വാ. ആ ഇത് കോഴി നിറച്ചതാണ് കേട്ടോ. ഇന്ന് കോഴി നിറച്ചതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഒരു ഫുൾ ചിക്കനാണ്. ഫുൾ ചിക്കന് ഞാൻ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം എൻ്റെ വെള്ളം കംപ്ലീറ്റ് പോക്കാം. ഇനി ഇതിൻ്റെ മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികൾ നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഉപ്പ് ഈ ഫുൾ ചിക്കന് വേണ്ട ഉപ്പ് വേണേ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി കഷ്ണം നാരങ്ങൻ്റെ നീരും കൂടി ചേർക്കണം. ഇനി വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. കുറച്ച് ബട്ടർ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മാരിനേറ്റ് ചെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കാം. ഇനി ഇതിനെ ഈ മസാലയിൽ കംപ്ലീറ്റ് നന്നായിട്ട് ഉള്ളിലും എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഒരു 3 മണിക്കൂർ വെക്കണേ. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. 1.5 വല്യുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേപ്പിലയും മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കേട്ടോ. ഇനി ഈ മസാല തയ്യാറാക്കിയിട്ട് ആദ്യം ഉള്ളിയിട്ട് വഴറ്റുക, പിന്നെ ബാക്കി എല്ലാ ചേരുവയും കൂടി ഇട്ട് വഴറ്റുക. ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് കുഴഞ്ഞാൽ മതി. ഇനി ഇതിൽ കുറച്ച് ഗരം മസാല ചേർക്കണം. 1/2 ടീസ്പൂൺ മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഈ ഗ്രേവിക്ക് വേണ്ട കുറച്ച് ഉപ്പും, അത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാറ്റി വെക്കുക. ഇതാണ് നമ്മൾ സ്റ്റഫ് ചെയ്യണത്. ഇതിൻ്റെ കൂടെ 2 കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം. കോഴിമുട്ട സ്റ്റഫ് ചെയ്യുമ്പോഴാണ്, അപ്പോൾ നമ്മൾ പകുതിയായിട്ട് മുറിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നന്നായിട്ട് നിറച്ചു കൊടുക്കണം. ചെറിയ ചിക്കൻ ആണെങ്കിൽ 1 കോഴിമുട്ട പാകാവുള്ളൂ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് തുന്നി ചേർക്കാൻ വേണ്ടിയിട്ട്
സൂചി നൂലെടുക്കാം. സൂചി നൂലൊന്ന് തിളപ്പിക്കണത് നല്ലതാണ്. നന്നായിട്ട് ടൈറ്റായിട്ട് തുന്നി പിടിപ്പിക്കുക. ഇതെന്തിനാ വെച്ചാൽ ഇത് നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ ഗ്രേവി പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് വെന്ത് കഴിഞ്ഞ് കഴിക്കണ സമയത്ത് ഈ നൂലെടുത്ത് മാറ്റണം. നല്ല ടൈറ്റായിട്ട് തുന്നി പിടിപ്പിക്കണം. ഓപ്പൺ ആയിരിക്കണ ഭാഗമൊക്കെ തുന്നി പിടിപ്പിക്കണം. തുന്നുമ്പോൾ ഫസ്റ്റത്തെ അറ്റം കുറച്ച് നീട്ടിയിട്ടിട്ട് വേണം തുന്നാൻ. കാരണം ലാസ്റ്റ് നമുക്കത് രണ്ടും കൂടെ കൂട്ടി അതുപോലെ മുറുക്കി കെട്ടാൻ. അതേപോലെ അതിൻ്റെ 2 കാലുകളും കൂടി കൂട്ടിക്കെട്ടുക. ചിലത് വിങ്സ് നല്ല നീളം ഉണ്ടാവും, അപ്പം അതും കൂട്ടിക്കെട്ടണം. ഇവിടെ എൻ്റെ അടുത്തത് വിങ്സ് കുറച്ച് ചെറുതാണ്. ഇനി ഞാനിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന പോലെ നല്ല ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ വേവിക്കുക. ഇടയ്ക്കൊന്ന് വേവ് നോക്കണേ. എന്നിട്ട് അതിനെടുത്തിട്ട് ഫ്രൈ ആക്കാം. വെള്ളമൊന്നും ഒട്ടും വെക്കാതെയാണ് വേവിക്കേണ്ടത്. ഇനി അതിനെ ഓരോ സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. നല്ല അടിപൊളി കോഴി നിറച്ചത് റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറുതെ ഇരുന്ന് കഴിച്ചു പോവും. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഈ നോമ്പ് തുറക്കണ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഫ്രൈ ആണ്. അധികം എണ്ണയൊന്നും ആവശ്യമില്ല. താങ്ക് യു.